സ്തോത്രം ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ദൈവകൃപയ്ക്കായി, നിങ്ങൾക്കുള്ള ദൂതനായി എല്ലാറ്റിനായും ഞാൻ ദൈവത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് ഇത് ഇന്ന് വാസ്തവത്തിൽ ദൈവം തമ്പുരാൻ തന്നെ തന്ന ദൂതാണ്. കാരണം ഞാനിതല്ല ഉദ്ദേശിച്ചത്. ഞാൻ വേറൊരു ദൂത് ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് പരതി, ഇവിടെ പ്രസംഗിച്ചിട്ടില്ലാത്ത പ്രസംഗം നോക്കി ഇങ്ങനെ പരതി വന്നപ്പോ പെട്ടെന്ന് ഈ ദൂതിൽ വന്നപ്പോ ദൈവാത്മാവിനെ പിടിച്ചു നിർത്തി ഞാനത് ധ്യാനിച്ചപ്പോൾ ആ ദൂത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ബലപ്പെടുത്തി, ഭയങ്കരമായിട്ട് എന്നെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ഈ ദൂത് തന്നെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഈ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾ മുൻവിധി വരരുത്. ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ള എബ്ബേസിന്റെ പ്രാർത്ഥനയാണ്. പക്ഷെ എബ്ബേസിനെ കുറിച്ചല്ല ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്. വേറൊരു രീതിയിലാണ് ഞാൻ ഇന്ന് മെസ്സേജ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് മുൻവിധി ഒന്നുമില്ലാതെ ശ്രദ്ധയോടുകൂടെ നമുക്കിത് കേൾക്കുകയും ചെയ്യാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും വിസ്താരമാക്കുകയും എന്റെ മെസ്സേജിന് ഞാനിന്ന് കൊടുക്കുന്ന ഹെഡിങ് എന്ന് പറഞ്ഞ എല്ലാവരും മൈ ടെറിറ്ററി, എന്റെ അതിരുകൾ വിശാലമാക്കണമേ. ഇത് എബ്ബേസിന്റെ പ്രാർത്ഥനയാണ്. ഇത് എബ്ബേസിന്റെ പ്രാർത്ഥന ഒരുപാട് പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഇന്ന് വേറൊരു രീതിയിൽ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അങ്ങ് തന്ന ദൂതാണ് അത്. കർത്താവേ, അങ്ങയുടെ ജനത്തിന് വിളമ്പുമ്പോൾ അങ്ങയുടെ അധികാരമടിയുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കും. ആത്മശക്തി നിറയ്ക്കണം. ക്രൂസിന്റെ മറവിൽ മറച്ച് അങ്ങ് ഇരുത്തണം. കർത്താവേ, അനേക നാളുകൾക്ക് ശേഷം ദൂത് കൊടുക്കുന്നതാണ്. സഹായിക്കണം കർത്താവേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിലാക്കി തരണം. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തന്നെ നീ മഹത്വം വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ സംസാരിക്കുന്ന അടിയനെ കരങ്ങൾ വഹിച്ചോളം, കേൾവിക്കാരായ നിന്റെ മക്കളെ കരങ്ങൾ വഹിച്ചോളം. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണം. രാവിലെ വിളമ്പുന്ന വചനം അത് 30 ഭാരതം 100 മേനി പറയുക സ്വർഗവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞാന്റെ രക്ഷത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെയും കർത്താവെ, ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ എല്ലാം കുഞ്ഞാന്റെ രക്ഷത്തിൽ ഞങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുക. ശത്രുവാരം തുഴഞ്ഞു കയറാൻ സമ്മതിക്കരുത്. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണം. ആത്മാവിന്റെ ശക്തമായ ഒഴുക്കി ഞങ്ങളെ അനുഭവിച്ചറിയാൻ സഹായിക്കണം. സകലത്തിലും അവിടുന്ന് മഹത്വം എടുക്കണം. പുത്രന്റെ വലിയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. ഞാൻ ഒരു ആംഗിളിലാണ് പോകുന്നത്. ദൈവം ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ദൈവം എനിക്ക് ലിമിറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ട്രെയിൻ വരുമ്പോൾ റെയിൽവേ പാളത്തിൽ കൂടെ നടന്നാൽ ഞാൻ തട്ടിപ്പോവും. അതിന് പിന്നെ തമ്പുരാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പൊതുവായി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. എത്രത്തോളം നമുക്ക് ഉയരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഉയരാനും നമുക്ക് പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിപ്പാനും വിടുതൽ പ്രാപിപ്പാനും കഴിയുമെന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവം ചില ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. കാരണം അവൻ സിംഹം എന്തേ തിന്നത്തുള്ളൂ? പുല്ല് തിന്നുമോ? ഇല്ല. പുല്ല് കൊണ്ട് കൊടുത്താൽ തിന്നുമോ? തിന്നത്തില്ല. സിംഹം എന്തേ തിന്നത്തുള്ളൂ? മാംസം തിന്നും. അപ്പൊ മാംസത്തിന് വേണ്ടി അതെന്ത് ഇരപിടിക്കും അല്ലെ? സിംഹവും കരടിയും പുലിയും ഒക്കെ എന്തിനു വേണ്ടി ഇരപിടിക്കത്തുള്ളൂ? മാംസം. അതിന്റെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ അത് ഇരപിടിക്കത്തുള്ളൂ. അല്ലാതെ വാശി കയറിയിട്ട് ഒന്നിനെ കൊല്ലുന്ന ഒരു പരിപാടി സാധാരണഗതിയിൽ മൃഗങ്ങളുടെ ഇടയിലില്ല, നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അപ്പം മൃഗങ്ങൾക്ക് ദൈവം ചില ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. ആടും പശുവും ഒക്കെ എന്തോ ഇതിനും ഇറച്ചി തിന്നു ഇല്ല. എത്ര മനോഹരമായ ഇറച്ചിയാണ്, അത് സുന്ദര ഇറച്ചിയാണെങ്കിലും ആടും പശുവും തിരിഞ്ഞു നോക്കത്തില്ല അല്ലേ? എന്നാൽ അത് എന്തോ തിന്നും? പുല്ല് തിന്നും. അപ്പൊ അതിനൊക്കെ ചില ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, ദൈവം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യന് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം എടുക്കണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിന്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞത്. ഉൽപ്പത്തി 1-ന്റെ
28 വാക്യത്തിന്റെ അവസാന ഭാഗം. ഉൽപ്പത്തി 1:28 അവസാന ഭാഗം. സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിനും അടുത്ത് ശ്രദ്ധിക്കണേ, വാഴുവീൻ. God has created us to reign over everything. എല്ലാത്തിന്മേലും വാഴാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒന്നിനും അടിമയാകാനല്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ സൃഷ്ടിയുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം സ്വന്തം കൈകൊണ്ട് മെനഞ്ഞത് ഒന്നേ ഉള്ളൂ. ആരാ? ഞാനും നിങ്ങളും, അല്ലേ? അപ്പൊ ഞാനും നിങ്ങളും ദൈവം കൈകൊണ്ട് മെനഞ്ഞിട്ട് ദൈവം കൽപ്പിക്കുകയാണ്, ഗോ ആൻഡ് റെയിൻ ഓവർ എവരിതിങ്. എല്ലാത്തിന്മേലും നീ വാഴണം. പ്രിയമുള്ളവരെ, വാഴാനാ ദൈവം നമ്മളെ വിളിച്ചത്. പക്ഷേ നമ്മളെ ആദിമപിതാക്കന്മാർ പാപം ചെയ്തതിന്റെ ഫലമായി, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം പാപം ചെയ്തതിന്റെ ഫലമായി നമ്മൾ ഈ അധികാരം ആർക്ക് സറണ്ടർ ചെയ്തു? പിശാചിന് സറണ്ടർ. അതുകൊണ്ട് ആ പിശാച് കർത്താവിനോട് ഉയർന്നവരും അതേ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊക്കെ എന്റേതാ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ വേറെ കള്ളത്തരം പറയാന്ന് പറഞ്ഞു. ഇല്ല, കാരണം കർത്താവിനറിയാം മനുഷ്യൻ ഇതെന്ന് അവന് സറണ്ടർ ചെയ്ത് കൊടുത്തു. കർത്താവ് മനുഷ്യപുത്രനായിട്ടാ വന്നത്. അതുകൊണ്ടാണ് പിശാച് അവനെ അവിടെ തന്നെ പരീക്ഷിച്ചത്. അപ്പൊ ഒരു കാര്യം ഓർക്കണം, വാഴാനായിട്ടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ഒന്നിനും അടിമയാകാനായിട്ടല്ല. പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ അടിമയായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, മറിച്ച് എല്ലാത്തിന്മേലും വാഴുവാനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അവൻ ചില ലിമിറ്റേഷൻസ് വെച്ചിട്ടുള്ളത് മനുഷ്യൻ മൈൽസ് മൺറോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻ ഉണ്ട്. ആ കൊട്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, പ്രയർ ഈസ് earthly license for heavenly interruption. ദൈവത്തിന് ഇടപെടാൻ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്ന അധികാരമാണ് പ്രാർത്ഥന. ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യണം? യാചിക്കണം. ചില ചോദിക്കും, ഞാനെന്തിനാ ചോദിക്കുന്നത്? ചോദിക്കുന്നതിന് മുമ്പ് ദൈവം അറിയുന്നില്ലയോ? എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിനാണ്. ദൈവം സർവശക്തിയാ സർവജ്ഞാനിയാന്ന് പറയുന്നെങ്കിൽ എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിഞ്ഞൂടെ, പിന്നെ എന്ത് ഞാൻ ചോദിക്കുന്നത്? പക്ഷെ ഒരു കാര്യം ഓർത്തോളം, ദൈവം സകലത്തെയും സൃഷ്ടിച്ചിട്ട് സകലത്തിന്മേൽ വാഴാനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടത്തില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് നമ്മുടെ വിഷയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. എന്നാൽ മനുഷ്യർ പലപ്പോഴും ദൈവത്തിന് ലിമിറ്റേഷൻസ് വെക്കാം. ദൈവം നമുക്ക് ലിമിറ്റേഷൻ വെച്ചിട്ടില്ല, ഒരു പരിധിയും വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ദൈവത്തിന് പരിധി വെക്കാറുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ ആരാന്നറിയാമോ? ആരാ? പെട്ടെന്ന് തെറ്റിക്കൊണ്ട് സാരമില്ല. മത്തായി പറഞ്ഞ പറഞ്ഞ മടിയൊന്നും എടുക്കത്തില്ല. വേറെ വിശ്വാസികളുടെ പിതാവാരാ? അബ്രഹാം. അബ്രഹാം തന്നെ ആദ്യമേ ലിമിറ്റ് വെച്ചു. എന്താ ലിമിറ്റ് വെച്ചേ? അതല്ല, അതിനേക്കാൾ വലിയ ലിമിറ്റ് വെച്ചു. കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നവൻ തന്നെ വാഗ്ദത്ത സന്തതി, വാഗ്ദത്തം ചെയ്തതാ. പക്ഷെ 75 വയസ്സ് കഴിഞ്ഞു. 86 വയസ്സായപ്പം അബ്രഹാമിനൊരു സംശയം. ദൈവം വാഗ്ദാനം ചെയ്തെങ്കിലും തമ്പുരാൻ ഇച്ചിരി മറവി വെച്ചു പോയി. നമ്മൾ ചിലപ്പോഴങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളൊക്കെ തമ്പുരാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കർത്താവ് മറന്നുപോയല്ല. കർത്താവൊന്നും മറന്നിട്ടൊന്നുമില്ല. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി കണ്ണുനീരോട് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ എവിടെ ഉണ്ട്? ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്.
സമയമാകുമ്പോൾ അളന്നെടുത്ത് എണ്ണി എണ്ണി മറുപടിയും പ്രതിഫലവും തരുന്ന ദൈവമാണ്. യാതൊരു സംശയമില്ല. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിന് ലിമിറ്റേഷൻ വെച്ചു. അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാക്യം എടുത്ത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം എടുത്ത്. ഉൽപ്പത്തി 17-ന്റെ 18. അതിന് ദൈവം അരുളിച്ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് പേര്. അവനെ ഇസ്ഹാക്ക് എന്ന് പേര്. അടുത്ത അബ്രഹാമിന്റെ മറുപടി ശ്രദ്ധിച്ചു. ഞാൻ അവനോടും അവന് ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമമായി ഉറപ്പിക്കും. ഇസ്മായിലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എന്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിക്കാനുള്ള ഇസ്ഹാക്കിനോടാകുന്നു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി. അനന്തരം അബ്രഹാം തന്റെ മകനായ ഇസ്മായിലിനെയും തന്റെ വീട്ടിൽ അവിടെ ഒരു വാക്യമുണ്ടല്ലോ, അതെവിടെ വിട്ടുപോയല്ലോ. എന്റെ മകനായ ഇസ്മായേൽ നിന്റെ മുൻപാകെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ. അതിനകത്ത് തന്നെ ഇല്ലേ? വരട്ടില്ലേ? അത് വിട്ടുപോയി സിസ്റ്റർ, അത് വായിച്ചാട്ടെ. ഇസ്മായേൽ നിനക്ക് വാഗ്ദത്ത സന്തതിയായി ഇസ്ഹാക്കിനെ തരുമെന്ന് പറഞ്ഞപ്പോ അബ്രഹാം പറയാ, കർത്താവേ ഇനിയൊന്നും നടക്കത്തൊന്നുമില്ല, വയസ്സ് 99 സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി പോയി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ മതി, ഇസ്മായേലിനെ ഇങ്ങ് അനുഗ്രഹിച്ച് തന്നാ മതി. നോക്കണം, അബ്രഹാം ലിമിറ്റ് വെക്കുക, അബ്രഹാം പരിധി വെക്കുക. ഇനി നിന്നെ കൊണ്ട് പറ്റത്തില്ല, വെറുതെ എന്തിനാ മെനക്കെടുത്ത്. ഒരു വിധത്തിലും എന്റെ ഭാര്യ സാറ ഗർഭവതിയാകത്തക്കവണ്ണം എന്റെ ശരീരത്തിന് ശക്തിയില്ല. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി പോയി. ഇനി എവിടെ നടക്കാൻ ഒന്നും നടക്കത്തില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇസ്മായേലിനെ അനുഗ്രഹിച്ചു തന്നാൽ മതി. പക്ഷെ ദൈവം തമ്പുരാൻ കാരണമുള്ളവനായതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ അല്ലല്ല, നിനക്ക് ഞാൻ പറഞ്ഞത് വാഗ്ദത്തം പറഞ്ഞത് നിവർത്തിച്ച് തന്നെ ചെയ്യുന്ന ദൈവമാണ്. കാലതാമസം വന്നാലും നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള ദൂതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ മേൽ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ എത്ര കഴിഞ്ഞാലും തക്ക സമയത്ത് ഹല്ലേലൂയ അവനതിന് മറുപടി നൽകി നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. കാരണം അവന്റെ പേര് എൽ ശദ്ദായി എന്നാണ്, സർവശക്തനാണ്. അവൻ അസാധ്യമെന്ന് ഒന്ന് ഇല്ല. നമ്മൾ താമസിക്കുന്നത് പോലെ ദൈവത്തിന്റെ മറുപടി താമസിക്കുന്നതല്ല. സുരേഷ് ബാബു സാധാരണ പ്രസംഗിക്കും പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഒരിക്കലും നേരത്തെ വന്നിട്ട് സോറി ഞാൻ കുറച്ച് നേരത്തെ വന്നുപോയെന്ന് പറയുന്ന ദൈവമല്ല. താമസിച്ചിട്ട് വന്നിട്ട് അയ്യോ ഞാൻ ഈ കാര്യം അങ്ങ് മറന്നുപോയായിരുന്നു, അതുകൊണ്ട് വാട്സപ്പ് ഞാൻ ഓടി വന്നതാന്ന് പറഞ്ഞ് താമസിച്ചിട്ട് വരുന്ന ദൈവമല്ല. തക്ക സമയത്ത് നിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേൽ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ദൈവത്തിന് നീ പരിധി വെക്കരുത്. അബ്രഹാം പരിധി വെച്ചതുപോലെ നമുക്കറിയാം, 99-ാമത്തെ വയസ്സിൽ പിന്നെയും ദൈവം പ്രത്യക്ഷനായി ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതി അവന്റെ 100-ാമത്തെ വയസ്സിൽ പുറത്തു വരികയാണ്. വാഗ്ദത്ത സന്തതി എത്ര താമസിച്ചാലും ദൈവം എത്ര താമസിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യും. എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് God has a definite plan and purpose. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മാസ്റ്റർ പ്ലാൻ ദൈവം വരച്ചു കഴിഞ്ഞു. There is no more additions to it, no more subtractions from it, but it is perfect. അതിനോട് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല, ഒന്നും കൂട്ടാൻ പറ്റത്തുമില്ല. അതിൽ നിന്ന് ലോകത്തെ ഒരു ശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുള്ള പദ്ധതികൾ തകർക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ.
അവന്റെ സമയത്ത് അവൻ നിവർത്തിക്ക തന്നെ ചെയ്യും. Hallelujah. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധൈര്യമുള്ളവരായിരിക്കും, ബലപ്പെടുകയും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. കാലേബ് 85-ാമത്തെ വയസ്സിൽ കാലേബ് പറയാ, ഈ മല എനിക്ക് തരിക. ഇപ്പോഴും ഈ മല പിടിച്ചെടുക്കാനുള്ള ബലം എനിക്കുണ്ട്. Hallelujah. ദൈവം അവന്റെ വിശ്വാസത്തെ മാനിച്ച് 85-ാമത്തെ വയസ്സിൽ കാലേബ് ആ മല പിടിച്ചെടുത്തു, അവനും അവന്റെ സന്തതിക്കും വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവം തമ്പുരാനെ ലിമിറ്റ് വെക്കരുത്. Never put a limit for our Lord, but depend on him. Amen. അവൻ സർവശക്തനാണ്. അവൻ അസാധ്യമായത് ഒന്നുമില്ല. പക്ഷെ അവന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. Amen. Amen. He will work out his plan in his perfect time. Yes, Sotram. No more delay according to his plan. പലത് നമുക്ക് തരാത്ത എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നാൽ നിനക്കത് നല്ലതല്ല. നീ ദൈവോർമ്മയിൽ ഒരു പക്ഷെ അന്യപ്പെട്ടു പോയെന്ന് വരാം, അഹങ്കരിച്ചു പോയെന്ന് വരാം, നിഗളിച്ചു പോയെന്ന് വരാം. അതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിൽ ദൈവം മറുപടി താമസിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തില് നേരത്തെ മത്തായി ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതായുള്ള കുറവുകളുണ്ടെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ദൈവം നമുക്ക് മറുപടി തടസ്സില്ല. കാരണം നമ്മളെ പാപം മുഖാന്തരം നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യുക. നാം പാപം ചെയ്ത പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുമ്പോൾ ദൈവം തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പാപങ്ങൾ, നമ്മളെല്ലാം മനുഷ്യരാണ്, ഏത് സമയത്ത് പാപത്തിൽ വീണുപോകാം. വീണുപോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് നമ്മളെ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കണം. അതുകൊണ്ടാണ് രക്ഷ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, ഇനി എല്ലാം ആയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. We need renewal and recommitment on every day. മുമ്പോട്ട് പോകട്ടെ. രണ്ടാമതായിട്ട് ദൈവത്തെ ലിമിറ്റ് ചെയ്തത് ആരാണെന്നറിയാമോ? അവിടെ തന്നെ ഉണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ. ആരാ? ലോത്ത്. ലോത്തിനോട് സ്വതന്ത്രമാണ് നശിപ്പിക്കാൻ പോകുമ്പോ ദൈവം ലോത്തിനോട് പറഞ്ഞു, എന്തേ പറഞ്ഞു? നീ ഈ കാണുന്ന മലയിലേക്ക് ഓടിപ്പോക. ഒന്ന് വായിച്ചേക്കാം. ഉൽപ്പത്തി 19:19. നിനക്ക് അടിയാനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിക്കാൻ. തൊട്ട് മുൻപ് ലോത്ത് അവരോട് പറഞ്ഞത്, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തേക്ക് നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ എവിടേക്ക് ഓടിപ്പോണം? പർവ്വതത്തിലേക്ക് ഓടുക. തൊട്ട് താഴോട്ട് നമ്മൾ കാണുമ്പോൾ ലോത്ത് പറയാ, കർത്താവേ, എനിക്ക് ഓടാനുള്ള ആരോഗ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ പട്ടണത്തിലേക്ക് പോയിക്കോണം, നോക്കണം. സ്വതന്ത്രമായി ചെന്ന് പെട്ടത് തന്നെ ആ പ്രദേശം നല്ല നീരൂറുള്ള പ്രദേശമാണെന്ന് പറഞ്ഞ് കൂടാരം മാറ്റി അടിച്ച് ചെന്ന് പാപത്തിന്റെ ഭക്ഷണത്വത്തിന്റെ നടുവിൽ ചെന്ന് കയറിയവനാണ്. അതിന്റെ നടുവിൽ ചെന്ന് കയറിയിട്ടും ദൈവം അബ്രഹാമിന്റെ മധ്യസ്ഥത നിമിത്തം അവനെ വിടുവിച്ച് പുറത്തുകൊണ്ട് വന്നിട്ട് ദൈവദൂതൻ പറഞ്ഞു, നീ ഇവിടേക്ക് നിൽക്കരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ഓടിക്കാം, കാണുന്ന മലയിലേക്ക് ഓടിക്കോ. പക്ഷേ ലോത്ത് പറഞ്ഞു, അയ്യോ, അങ്ങ് വരെ ഓടയെത്താൻ എനിക്ക് ആരോഗ്യമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം നിന്നോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിനുള്ള ആരോഗ്യവും അതിനുള്ള സാഹചര്യവും അതിനുള്ള പദ്ധതികളും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിക്കോളും. നീ ദൈവത്തിന് ലിമിറ്റ് വെക്കാതിരുന്നാ മതി. നീ ദൈവത്തെ പരിമിതപ്പെടുത്താതിരുന്നാ മതി. ദൈവം പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ ആർക്കു വേണ്ടിയെന്നറിയാമോ? പരിധികളില്ലാതെ അവന്റെ വചനത്തിലും അവനിലും ആശ്രയിച്ചിട്ടുള്ളവരെയാണ്. എനിക്ക് പലപ്പോഴും കഴിയാതെ പോയിട്ടുള്ളത് ഞാൻ സങ്കടത്തോടെ സമ്മതിക്കുക. നമ്മുടെ ഈ മണ്ടബുദ്ധി ഉണ്ടല്ലോ, ഈ ബുദ്ധി,
നമ്മളെ സമ്മതിക്കത്തില്ല. നമ്മുടെ അറിവ് നമ്മളെ സമ്മതിക്കത്തില്ല കടന്ന് വിശ്വസിക്കാൻ. പാവപ്പെട്ട മനുഷ്യരെ ഈ ആഫ്രിക്കയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർക്ക് കൂടുതലൊന്നും അറിവൊന്നുമില്ല, കൂടുതൽ ചിന്തിക്കാൻ അവർക്ക് അറിയത്തില്ല. യേശു സൗഖ്യമാക്കുന്ന യഹോവയാകുന്നെന്ന് കേൾക്കുമ്പോ അവർ ചാടി പിടിക്കുക, വിശ്വാസത്താൽ അവകാശമാക്കുക. അതുകൊണ്ട് എന്താ? മരിച്ചവർ ഉയർത്തുന്നു, ഉണർന്നവർ കുതിച്ചെഴുന്നേൽക്കുന്നു, കുരുടർ കാണുന്നു. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. ആഫ്രിക്കയിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല? എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ പിന്നെ എന്തോ ഒരു പഴമൊഴി ഉണ്ടല്ലോ, കുടലെടുത്ത് കാണിച്ചാൽ വാഴനാരാന്ന് പറയുന്നത് നമ്മുടെ മലയാളി. പിന്നെ ഒരുത്തൻ എവിടെ അത്ഭുതം നടന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് എടുത്ത് അങ്ങോട്ട് ഫ്ലാഷ് ചെയ്യും. അന്നത്തെ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യാൻ, അതിനെതിരായി എഴുതാൻ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. വേറെ ഒരിടത്തും ഇത്രയും കാണുന്നില്ല. ഇവിടെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഒരു പരിധിയുമില്ല. ചിലപ്പോ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായില്ലെന്ന് വരാം. ഇത് പ്രത്യേകം ഓർത്തോണേ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് കർത്താവിനെ ലിമിറ്റ് ചെയ്തൊരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? യൂദാ ഇസ്കരിയോത്ത്. അവൻ കർത്താവിനിട്ട വില എത്ര? 30 വെള്ളിക്കാശ്. ആർക്കാ വിലയിട്ട്? അഖിലാണ്ടത്തിന്റെ ഉടയവൻ അവനിട്ട വിലയാ. 3.5 വർഷം കൂടെ നടന്നവനാ. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ ഇവനും തിന്നതാ. കർത്താവിന്റെ പണസഞ്ചി കൊണ്ടു നടന്നവനാണ്. പക്ഷേ അവൻ കർത്താവിനിട്ട 3.5 വർഷം കർത്താവിനോടുകൂടെ നടന്നിട്ട് അവൻ കർത്താവിനിട്ട വില 30 വെള്ളിക്കാശ്. അതിന്റെ അനന്തരഫലം എന്താണെന്ന് നമുക്കറിയാം. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. എത്ര പരിതാപകരമായി. ഇന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവ് അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ അത്ഭുതം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുക. വിടുവോ? ചുമ്മാതാ. ഗുണപ്പെടേണ്ടുന്നവൻ എവിടെയും വചനത്തിൽ കൂടെ ഗുണപ്പെടും. അല്ലാത്തവൻ ഗുണപ്പെടത്തില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഒരപേക്ഷയേ ഉള്ളൂ, ഇത് കേൾക്കുന്ന നിങ്ങളാരും ആ കൂട്ടത്തിലായിപ്പോകും. കേട്ട് വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കും. ദൈവം ചില കാര്യങ്ങളിൽ പരിധി വെച്ചിട്ടുണ്ട്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ പരിമിതി വെച്ചു. God has set certain limits on certain things. ഒന്ന്, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 5:22. യെരമ്യാവ് 5:22. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞു കൂടാതെ വണ്ണം നിത്യ പ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല. അപ്പൊ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആർക്കതിന് വെച്ചേക്കുന്നു? കടലിന് കടന്നുകൂടാതെ വണ്ണം എന്ത് അതിരിട്ടു? മണല് അതിരിട്ടു. ഇപ്പൊ വേലിയേറ്റവും വേലിയളക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ മണലൊക്കെ കവിഞ്ഞ് കയറി വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇതിനൊക്കെ കാരണക്കാരാരാ? മനുഷ്യൻ തന്നെയാണ്. കടലില് ഉള്ള സാധനം മുഴുവൻ, വേസ്റ്റ് മുഴുവൻ കൊണ്ട് തള്ളി, അല്ലെ, പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്ത് ഉള്ള മലകളെ മുഴുവൻ ഇടിച്ച് നിരത്തി, പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്ത്
ദൈവം വെച്ചിരുന്ന മലയാളം വാക്കെന്തോ സന്തുലിതാവസ്ഥ അത് മുഴുവൻ നമ്മൾ തകർത്തു. ഇന്ന് മഴ പെയ്യുന്നതോ പണ്ട് ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് മഴ കിട്ടും, ആ സമയത്ത് മഴ ഉറപ്പാ, ആ സമയം നോക്കിയാ കൃഷി ഇറക്കുന്നത്, ആ സമയം നോക്കി കൊയ്ത്ത് ആകണമെന്ന് വിചാരിച്ചാ മനുഷ്യർ കൃഷി ഇറക്കുന്നത്. ഇന്ന് ആ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചു. കാരണം ദൈവം തമ്പുരാൻ വെച്ചിരുന്ന ആവാസ വ്യവസ്ഥകളൊക്കെ മനുഷ്യൻ തകർത്തു കളഞ്ഞു. ഇതൊരു സത്യമല്ലേ? ദൈവം അതിര് വെച്ചു. സമുദ്രത്തിന് കടന്നുകൂടാതെ വണ്ണം അവൻ അതിരിട്ടു. ഈ രണ്ടാമത്തത് സങ്കീർത്തനം 104:19. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്നെ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. He has set the moon for seasons. കാലനിർണയങ്ങൾ നമുക്കറിയാം. നമുക്കിവിടെ എത്രയില്ലല്ലേ? വെസ്റ്റേൺ കൺട്രീസിലൊക്കെ 4 സീസൺസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? അതൊക്കെ പറ. സമ്മർ, വിന്റർ, ഓട്ടം, സ്പ്രിങ് അല്ലേ? 4 സീസൺസ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് സംഭവിക്കും. അപ്പൊ 4 സീസൺസ് കറക്റ്റായിട്ട് വരത്തക്കവണ്ണം ദൈവം ചന്ദ്രനെ നിയമിച്ചെന്ന് അതിന്റെ ആരും നമുക്ക് അറിയത്തില്ല. എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ വചനം പറയും. അവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ദൈവം സൂര്യനും ചന്ദ്രനും ലിമിറ്റ് വെച്ചിട്ടുണ്ട്, നക്ഷത്രങ്ങൾക്ക് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താ ലിമിറ്റ്? സൂര്യൻ എപ്പോഴേ പ്രകാശിക്കും? നമുക്ക് പകല് മാത്രമേ സൂര്യൻ പ്രശ്നമില്ല. ഇതിനൊക്കെ എക്സെപ്ഷൻ ചിലതുകൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിലും പിന്നെ വേറെ ഇംഗ്ലണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരം വെളുക്കുന്ന ഒത്തിരി താമസിക്കാം, രാത്രിയാകുന്നത് വളരെ താമസിക്കാം. ഇതിനോട് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എന്നാൽ സാധാരണഗതിയിൽ നമുക്കറിയാം ദൈവം തമ്പുരാൻ സൂര്യനെ പകൽ വെളിച്ചത്തിനായി വെച്ചിരിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും. സൂര്യൻ അസ്തമിച്ചിരിക്കുമ്പോൾ ചന്ദ്രൻ പൊങ്ങി വരും അല്ലെ? ഇത് നമ്മുടെ സാധാരണ ബുദ്ധി പറയുന്ന കേട്ടോ. നിങ്ങൾ അതിന്റെ ഒന്നും പൊങ്ങി വരുന്നൊന്നുമില്ലല്ലോ, ഭൂമി കറങ്ങുന്നതാണ് ഇങ്ങനൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നു. അപ്പൊ സൂര്യന് അതിന്റെ പ്രവർത്തനത്തിന് ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട് അല്ലേ? ചന്ദ്രന് അതിന്റെ പ്രവർത്തനത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. നക്ഷത്ര ഗോളങ്ങൾക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, എന്തുമാത്രം നക്ഷത്ര ഗോളങ്ങളാ അല്ലേ? ഇവയെല്ലാം നമ്മൾ വിചാരിച്ചിരുന്നു ഇതെല്ലാം നമ്മൾക്ക് വിചാരിച്ചിരുന്നു ഇതെല്ലാം അവിടെ നിൽക്കുകയാണ് അല്ലേ? ആണോ? സൂര്യൻ അവിടെ നിൽക്കുകയാണെന്നോ? ചന്ദ്രൻ നിൽക്കുകയാണെന്നോ? ഭൂമി നിൽക്കുകയാണെന്നോ? ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഇത് കറങ്ങുന്നതെല്ലാം അതാതിന്റെ ഭ്രമണപഥത്തിൽ, അതാതിന്റെ ആക്സിസിന്റെ ചരിവിൽ. ആലോചിച്ച് നോക്കി. ഭൂമി എത്ര, ഞാനിതൊക്കെ പഠിച്ചതൊക്കെ മറന്നുപോയി. ഭൂമി എത്ര ഇത് ചരിഞ്ഞെന്നാ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞാട്ട് 23.5 ഡിഗ്രി ചരിഞ്ഞ. അതെന്തിനാ അങ്ങനെ ചരിച്ച് ദൈവം വെച്ച്? പകലും രാത്രിയും മാറി മാറി അല്ലേ? സങ്കീർത്തനക്കാരൻ വെറുതെ അല്ല പറഞ്ഞേ, ജ്ഞാനത്തോടെ നീ ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാൾ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ ദൈവത്തിന്റെ വലിയ ജ്ഞാനവും ദൈവത്തിന്റെ വലിയ പ്രവർത്തനത്തിന്റെ മനോഹാരിത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നക്ഷത്രഗോളങ്ങളും ഒക്കെ അതിന്റെ ഓർബിറ്റ് അല്പം ഒന്ന് ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? തമ്മിൽ വലിയ കൂട്ടിയിടി നടക്കും. തമ്മിൽ വലിയ കൂട്ടിയിടി നടന്നാൽ എന്താ സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എത്രയോ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, കോടി കോടി വർഷങ്ങളായി. ഇന്നും
സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങുന്നു, ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങുന്നു, നക്ഷത്രങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിൽ പറയുന്നു, എത്രയോ മിൽക്കി വേസ് ഇനിയും നമ്മൾ കണ്ടുപിടിക്കാനുണ്ടെന്ന് പറയുന്നു, അല്ലെ? മുമ്പ് നമ്മൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സൗരയൂഥങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 9. ഇപ്പോഴും ഒരുപാട് അങ്ങനെയുള്ള സൗരയൂഥങ്ങളുണ്ടെന്നാ പറയും. നോക്കണം, പ്രപഞ്ചത്തിൽ ദൈവം പ്രിയമുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ഈസ് നോട്ട് എ സ്മോൾ ഗോഡ്. He is not a small God. He is not a small God. അവൻ സർവശക്തനായ സർവജ്ഞാനിയായ ഹല്ലേലൂയ പരിധിയില്ലാത്ത സകലത്തെയും നിർമ്മിച്ചവൻ, ഒറ്റ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയവൻ. ഇംഗ്ലീഷിൽ മനോഹരമായ പാട്ടുണ്ട്, ദൈവം സൂര്യനെയും ചന്ദ്രനെയും സകല നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കാൻ ഒരു ദിവസമേ എടുത്തുള്ളൂ, പക്ഷേ അവൻ ഇന്നും എന്നെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. He is still working on me. It only took one day for the Lord to create the sun, moon and the Jupiter, but He is still working on me. He is still molding on me. അവൻ ഇന്നും എന്നെ കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഒരു കുശവൻ തന്റെ കയ്യിൽ കളിമണ്ണെടുത്ത് അതിനെ രൂപപ്പെടുത്തുന്നത് പോലെ കർത്താവ് ഇന്നും എന്നെയും നിങ്ങളെയും പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില സമയത്ത് പണിയിൽ വേദനാജനകമാണ്, ചില സമയത്ത് നമ്മളെ പണിയുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നമ്മളെ പണിയാതെ അവന് നമ്മളെ ഉപയോഗിക്കാൻ സാധ്യമല്ല. അവൻ നമ്മളെ എത്രത്തോളം നുറുക്കുന്നുവോ അത്രത്തോളം നമ്മൾ അനേകം അനുഗ്രഹമായി തീരും. നമുക്കറിയാം, 5 അപ്പവും 2 മീനും അവരെടുത്ത് വാഴ്ത്തി നുറുക്കി. അതിന്റെ ഫലമായിട്ട് എത്രയോ പേര് തിന്ന് തൃപ്തരായി 12 കൊട്ട ബാക്കി നിറച്ചെടുത്തു. ഹല്ലേലൂയ. ഇതുമാത്രം അപ്പം നുറുക്കപ്പെട്ടതാണ്. ഞാനും നിങ്ങളും എത്രത്തോളം നുറുക്കപ്പെടുത്തുമോ അത്രത്തോളം നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി തീരുകയും. കർത്താവ് നുറുക്കുമ്പോൾ പിറുപിറുക്കരുത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ പിറുപിറുക്കാതിരിക്കാൻ കൃപ വേണം, കൃപ വേണം. വേദനയിൽ കൂടെ പ്രയാസങ്ങൾ കൂടെ കടക്കുമ്പോൾ, എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ പിറുപിറുക്കും. പലപ്പോഴും നമ്മൾ പിറുപിറുത്തു പോകും. എന്തുകൊണ്ട്? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആള്, ഞാൻ ഉപവസിക്കുന്ന ആള്, ഞാൻ കർത്താവിനെ പിൻപറ്റുന്ന ആള്. Why this happens to me? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ പതറിപ്പോയതായിട്ടുള്ള അവസരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇനി ദൈവം വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് 104-ാം സങ്കീർത്തനത്തിന്റെ 20-21. നീ ഇരുട്ട് പരത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. എപ്പോഴ്? രാത്രി, അല്ലെ? മുമ്പ് സിംഹവും പുലിയും കരടിയും ഒക്കെ എപ്പോഴും ഇറങ്ങുന്നുണ്ടായിരുന്നു? രാത്രി ഉള്ളായിരുന്നു. ആനകളും രാത്രിയിലേ ഉള്ളായിരുന്നു. ഇപ്പം എല്ലാം തകിടം മറിച്ചു. ആരാ കാരണക്കാർ? ദൈവം വെച്ചിരുന്ന സകല ലിമിറ്റ്സും മനുഷ്യൻ തന്നു, അല്ലെ? കാട്ടിൽ ഇഷ്ടംപോലെ തീറ്റയും വെള്ളവും ഉണ്ടായിരുന്നത് മുഴുവൻ മനുഷ്യൻ മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചു. അതിന്റെ ഫലമായി ആനയ്ക്ക് തീറ്റിയില്ല. ആനയ്ക്ക് തീറ്റി വേണ്ടേ? അപ്പൊ തീറ്റി കിട്ടുന്നിടത്തോട്ട് ആന ഇറങ്ങാൻ തുടങ്ങി. ഇതില്ലേ വാസ്തവത്തിൽ നിന്ന് സംഭവിക്കുന്നത്? ദൈവം എല്ലാത്തിനും, കാട്ടുമൃഗങ്ങൾ രാത്രിയിൽ ആഹാരത്തിനായി ഇറങ്ങുന്നു. ബാക്കിയുള്ള വായിച്ചു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു.
തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. ദൈവം വെച്ച ലിമിറ്റാണ് പ്രിയമുള്ളവരെ. എന്നാൽ ദൈവം മനുഷ്യന് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. തെളിവാണ് യശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 27-31. യശയ്യാപ്രവാചകന്റെ പുസ്തകം 40-27-31. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബ് നീ പറയുകയും ഇസ്രായേൽ നീ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പൊ നീ യഹോവയെ കാത്തിരുന്നാൽ നീ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഇവിടെ ഇങ്ങനെ ഇടന്നോണ്ട് നടക്കത്തില്ല, നീ ഇങ്ങനെ എഴഞ്ഞു നടക്കത്തില്ല. നീ എന്ത് ചെയ്യും? കഴുകനെ പോലെ ചിറകടിച്ച് നീ ഉയരും. ഹല്ലേലൂയ. നീ ആത്മാവിൽ ഉയരും, പ്രാണനിൽ നീ ഉയരും, മനസ്സിൽ നീ ഉയരും. ഒരു കാലത്ത് അല്ലെ ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ശരീരത്തിലും നീ ഉയരും. വചനം പറയുന്നത് ഞാൻ പറഞ്ഞു, എന്റെ ഇമാജിനേഷൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തോണ്ടുപോയി. ഏലിയാവിനെ അത്യരഥങ്ങളും അശ്വരഥങ്ങളും വന്ന് ജീവനോടങ്ങ് എടുത്തോണ്ടുപോയി. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോ വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഓ, ഇതൊക്കെ കേൾക്കാതെ രസം അല്ലേ? എന്താ പറയുക? അത് അന്ന് നടന്ന കാര്യമില്ലയോ? പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. നീ ചോദിക്കുന്നത് നിനക്ക് തരാൻ വിശ്വസ്തനാ. പക്ഷെ അവിടെ എന്താണെന്നറിയാമോ? ദൈവഹിതപ്രകാരം ചോദിക്കുന്നതാ ദൈവം നമുക്ക് തരുന്നത്. കാരണം ഒരു ദൈവ പൈതൽ, അവിടെ ഒരു വലിയ ആദ്യ മർമ്മമുണ്ട്. ഒരു ദൈവ പൈതൽ എപ്പോഴും നേരത്തെ മത്തായി ബ്രദർ പറഞ്ഞതുപോലെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ആലോചന ചോദിക്കും, കർത്താവേ നിനക്ക് സൗഖ്യം കൊടുക്കാനാണ് പദ്ധതി, അതോ നിന്റെ സന്നിധിയിലേക്ക് വിളിക്കാനാണ്? അപ്പൊ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിക്കാനാണ് ദൈവം തമ്പുരാന്റെ പദ്ധതി എങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയി എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല, പരിശീലിച്ചിട്ടും കാര്യമില്ല, ശാസിച്ചിട്ടും കാര്യമില്ല, പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ദൈവസന്നിധിയിൽ യാചിച്ചാൽ ദൈവം അതിന് മറുപടി തരിക തന്നെ. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം തമ്പുരാൻ എല്ലാത്തിനും ഒരു സമയം ഉണ്ട്. ആ സമയത്ത് ദൈവം നമുക്ക് മറുപടി തരും. ഹല്ലേലൂയ. അതാണ് മർക്കോസിന്റെ സുവിശേഷം 29-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം. All things are possible for them who believe. മർക്കോസ് 9:21 വായിക്കണ്ട. എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എഫേസ്യർ 1:19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അല്ലെ, ശക്തി എന്ന് മാത്രം പറഞ്ഞ പോരായിരുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞ പൗലോസാ പറയുന്നേ, അല്ലാതെ വെറുതെ തിയറി എഴുതി വെക്കല്ല. പൗലോസ് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ അളവറ്റ വലിപ്പം നമ്മളിലും വ്യാപരിക്കുന്നുണ്ട്. ഇത് നമ്മളെ വിശ്വാസത്താൽ റിലീസ് ചെയ്യാൻ കഴിയണം. കർത്താവിന് ഈ നാടുകളിൽ ആവശ്യം എന്ന് പറയുന്ന വിശ്വാസത്തെ കണ്ണ് മടക്കി വിശ്വസിച്ച് അവന്റെ വചനത്തെ മുറുകെ പിടിച്ച് അവനോട് ചേർന്ന് നടക്കുന്ന, അവന്റെ ഇഷ്ടം ചെയ്യുന്ന, അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ്.
സംശയിക്കുന്നവരെ കൊണ്ട് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനോട് ചേർന്ന് നടക്കാത്തവരെ കൊണ്ട് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവനോട് ചേർന്ന് നടക്കുന്ന ഒരു വിശ്വാസത്താൽ അവകാശമാക്കാൻ കഴിയുന്നവർക്ക് അവൻ വലിയ കൃപാവരങ്ങൾ സൗജന്യമായി അവൻ നൽകും. ഒരു കാലത്ത്, ഇന്ന് പഴയ കാലത്ത് വാര്യാപുരം യോനാച്ചൻ, പിന്നെ ആരൊക്കെയായിരുന്നു അതേപോലെ പഴയകാല പ്രവാചകന്മാര്? വാര്യാപുരൻ അവറാച്ചായനെ കുറിച്ച് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ച ഒരു അത്യന്ത ശക്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. രണ്ടുപേരെ അവിടുന്ന് ഇവിടുന്ന് കുറെ ഇടത്തിനെ കൊണ്ടുവന്ന് സാക്ഷി പറയിപ്പിക്കും. വളരെ സങ്കടകരമായി ഇന്ന് ആത്മീയ ലോകത്ത് നടക്കുന്നത്. മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് ജാലവിദ്യകൾ. സമൂഹത്തിൽ അതാണ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ ജെനുവിനായിട്ടുള്ള കുറെ പേരെ എഴുന്നേൽക്കണം. അതാ ദൈവത്തിന്റെ പദ്ധതി. കള്ളനാണയം ഉള്ളത് എന്തുകൊണ്ടാ? നല്ല നാണയം ഉള്ളതുകൊണ്ട് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, 5000 രൂപയുടെ കള്ളനോട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോട്ടില്ല. എന്തുകൊണ്ടാ 5000 രൂപയുടെ കള്ളനോട്ട് നടക്കാത്ത? ഒറിജിനൽ നോട്ടില്ല. എന്നാൽ 100 രൂപയുടെ കള്ളനോട്ട് ഇഷ്ടംപോലുണ്ട്, 500 രൂപയുടെ കള്ളനോട്ട് ഇഷ്ടംപോലുണ്ട്. കാരണം ഒറിജിനൽ ഉണ്ട് അല്ലെ? അപ്പൊ ഒറിജിനൽ ഉള്ളിടത്ത് എന്തുണ്ട്? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞു. ഒറിജിനൽ ഉള്ളിടത്ത് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒറിജിനൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബാബു ചെറിയാൻ ഇയാളെ പ്രസംഗിച്ച് പറഞ്ഞു, ഞാൻ 2 വർഷമായിട്ട് പരിശുദ്ധാത്മാഭിഷേകം, തീ അഭിഷേകം തന്നെ പ്രസംഗിക്കുന്നത്. തീ അഭിഷേകത്തെ കുറിച്ച് എന്തോ ഒരു ക്രിറ്റിസിസം നടക്കുന്നത് അങ്ങനൊന്നും വേദപുസ്തകത്തിൽ ഇല്ല. ആര് പറഞ്ഞു? എവിടെ നിന്ന് കിട്ടി? നമ്മുടെ മലയാളിയുടെ കുഴപ്പമില്ല. എവിടെയെങ്കിലും കർത്താവ് അത്ഭുതം ചെയ്താൽ നമ്മൾ അതിനെ മാറ്റി കോട്ടി അതിന്റെ ഇത് മുഴുവൻ പൊതുജനത്തിന്റെ മുമ്പിൽ നമ്മൾ നാട്ടി. പ്രിയമുള്ളവരെ, ദൈവത്തിന് പരിധി വെക്കല്ലേ. ദൈവത്തിന് പരിധി വെക്കണമെന്ന് മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ ഒരു പരിധിയും വെച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ ഒരു പരിധിയും വെച്ചിട്ടില്ല. ഒന്നും അവൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ അതിലും വലിയവ ചെയ്യും. യോഹന്നാൻ 14:12 എടുത്ത് വായിച്ചു. ഞങ്ങൾക്കൊക്കെ ഒരു സംശയം, അങ്ങോട്ട് വാക്യം ഇതിനകത്തുണ്ടോ? യോഹന്നാൻ 14:12. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞു. അഞ്ചെന്താ കൈവൊക്കെ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതോ അത്ര നമ്മൾ ധൈര്യം വന്നില്ലേ? പ്രിയമുള്ളവരെ, വചനത്തെ കണ്ണുമടച്ചു കുറെ ദൈവ മക്കളെ കർത്താവിന് വേണം. കുറെ ആത്മീയ മക്കളെ കർത്താവിന് വേണം. വെറുതെ അവര് പറഞ്ഞല്ല കണ്ണുടച്ച് വിശ്വസിക്കുന്നത്. വചനം എന്ന് പറയുന്നു, ആ വചനം അതേപോലെ വിശ്വസിക്കാൻ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായ ഈ നാടുകളിൽ ദൈവം ഈ സഭയെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചുപോയോ? അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. കൈകാലങ്ങൾ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും അവൻ ജീവിക്കുന്നു.
ഇന്നും അവന്റെ അത്ഭുതങ്ങളുടെ കരങ്ങളെ പ്രവർത്തിച്ച കരങ്ങള് കൂടുതലായി പോയിട്ടില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുനനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ. പ്രിയമുള്ളവരെ, നമുക്ക് ഇപ്രകാരമായി തീരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതോടെ പറഞ്ഞ് എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റണം. We should change our prayers. നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തുവാ? തരണേ 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 തരണേ. അയ്യോ തായേ, ഞാൻ ഉപവാസത്തിന് പോകുന്ന ആളല്ലയോ കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട ആളല്ലയോ കർത്താവേ, ഞാൻ സ്നാനപ്പെട്ട ആളല്ലയോ കർത്താവേ, തായോ 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 തായോ. യാചകന്മാർ നിലവിളിക്കുന്ന പോലെ നമ്മൾ ദൈവസന്നിധി ചെലവ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് സുബിനോട് ചോദിക്കാം, എല്ലാവരും സ്കൂളിൽ നിന്ന് വരുമ്പോഴേ കോളിംഗ് ബെൽ അടിച്ചിട്ട്, അത് കേട്ടപ്പോ മോളിങ്ങനെ ശ്രദ്ധിക്കുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പം കോളിംഗ് ബെൽ അടിച്ചിട്ട് പപ്പ മമ്മി ഷാലൈ കം എന്ന് ചോദിച്ചോണ്ട് കയറി വരുമോ? കയറി വരുമോ? നിങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരുമോ? ഇവിടെ കയറി വരുമ്പോ ഷാലൈ കം മമ്മി ചോദിച്ചോണ്ട് വരുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? ധൈര്യമായിട്ട് വാതില് തള്ളിക്കണം. പിന്നെ അടുക്കളയിലോട്ട് വന്ന് വെച്ച്, മമ്മി വിൽ യു ബി കൈൻഡ് ഇനഫ് ടു ഗിവ് മീ എ കപ്പ് ഓഫ് ടീ എന്ന് ചോദിക്കോ? ചോദിക്കോ? പറ സുബിനെ. ഇല്ല. അവരെന്ത് ചെയ്യും? ആ സുബിന്റെ മമ്മിയോട് ചോദിക്കട്ടെ, അല്ല സുബിന്റെ ഭാര്യയോട് ചോദിക്കട്ടെ, എത്തിയേ പോയോ? ചില സിസ്റ്റർ അവിടില്ലേ? ഇല്ല, വന്നില്ല അല്ലേ? അവരെന്ത് ചെയ്യും? അടുക്കളയിലോട്ട് ഒറ്റ ഓട്ട ഓടും അല്ലേ? ബാഗ് ഒരിടത്തോട്ടെറിയും, പിന്നെ ഷൂസ് ഒരിടത്തോട്ടെറിയും, സോക്സ് ഒരിടത്തോട്ടെറിയും, എന്നിട്ട് ഓടി അടുക്കളയിലോട്ട് അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം തുറക്കുന്നല്ല, ചട്ടി അങ്ങോട്ട് എറിയും അല്ലേ? എറിഞ്ഞിട്ട് നോക്കും, അതിലൊന്നും കണ്ടില്ല, പിന്നെ എന്തോ ചെയ്യും? ഫ്രിഡ്ജെല്ലാം വലിച്ചു തുറക്കുക. എത്ര പ്രാവശ്യം നമ്മുടെ പിള്ളേർ ഫ്രിഡ്ജ് വലിച്ചു തുറക്കുക അടക്കുകയും ചെയ്തില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്നെ വലിയ കാര്യമാണ്, എന്നോട് ആശാൻ സാറിനോട് വലിയ സ്നേഹ ബഹുമാനം ഇല്ലയോ? അത് വേണമെന്നില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെല്ലും ഒന്നും അടിക്കാതെ അകത്തോട്ട് വന്ന് അടുക്കളയിലോട്ട് കയറി ആ ഫ്രിഡ്ജൊക്കെ തുറന്ന് വല്ലതും എടുത്ത് നിന്നാല് എന്ത് സംഭവിക്കും? അനുവേ, എന്ത് സംഭവിക്കും? സാറായതുകൊണ്ട് തൽക്കാലം ക്ഷമിച്ചത്. ഞാൻ വരത്തതില്ല, നിങ്ങൾ സമ്മതിക്കത്തില്ല അല്ലെ? അതാണ് എന്റെ ഫാക്ട്. കാരണം മക്കളെങ്കിലോ അവകാശികൾ, അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. ജോയിൻ ഹെയർസ് വിത്ത് ക്രൈസ്റ്റ്. ആമേൻ. ക്രിസ്തുവിൽ നമ്മുടെ കൂട്ടവകാശികളാ. എന്താ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ? ജോയിന്റ് ഹെയർഷിപ്പ്. ബാങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ അക്കൗണ്ട് ആർക്കെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം? ഭാര്യയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാം, ഭർത്താവിന് ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ? അത് കിടക്കുന്ന തുകയ്ക്ക് രണ്ടുപേർക്കും ഒരേ അവകാശം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ബന്ധം പറയുന്നു. We are joint heirs with Christ. വലിയ പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. What a great privilege that God has given us. Oh, glory. Thank you, Lord. Thank you, Lord. ഇതാ പുത്രനായ ക്രിസ്തുവിന് ദൈവസന്നിധിയിലുള്ള എല്ലാ അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും ദൈവം നമ്മളെയും കൃപയാൽ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെയും അതിന് അർഹരാക്കി തീർത്തു. നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റണം. കർത്താവ് ഒരു ഉപമ പറഞ്ഞു, അർത്ഥ
അർദ്ധരാത്രിയിലെ സ്നേഹിതൻ അല്ലേ? അവൻ ചെന്ന് പ്രശ്നം എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളത് അല്ലെ? അയലോക്കത്തുള്ളവൻ അവന്റെ വീട്ടിലൊന്നുമില്ലാഞ്ഞിട്ട് അവന് അപ്പുറത്തെ വീട്ടിൽ ചെല്ലുക, കൂട്ടുകാരന്റെ വീട്ടിൽ ചെല്ലുക. അവന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വല്ലതും തരണേന്നാണ്. അല്ല, എന്താ ചോദിച്ചത്? 3 അപ്പം വായ്പ തരണം. ഈ വാസ് സ്പെസിഫിക് ഇൻ ഹിസ് പ്ലേസ്. പ്രാർത്ഥനയിൽ അവൻ സ്പെസിഫിക്. നമ്മൾ ചോദിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. അല്ല, കർത്താവ് തമ്പുരാനെ തരണേ തരണേ തരണം. തമ്പുരാൻ അവിടെ നിന്ന് ചോദിക്കും, എന്തോ മോനെ നിനക്ക് തരണ്ടേ, നീ അതൊന്ന് പറ. നമ്മുടെ പ്രാർത്ഥന വളരെ സ്പെസിഫിക് ആയിരിക്കണം. പിന്നെ 2, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് തന്നെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ മുട്ടിച്ച നിമിത്തം. അപ്പൊ നമ്മളെങ്ങനെ 2 ദിവസം പ്രാർത്ഥിക്കും, 1 വർഷം പ്രാർത്ഥിക്കും, 2 വർഷം പ്രാർത്ഥിക്കും, 3 വർഷം പ്രാർത്ഥിക്കും, പിന്നെ വിട്ടുക. ഞാൻ ചോദിക്കട്ടെ, 5 വർഷമായിട്ട് ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കൈ നോക്കി. ഉണ്ട്. മോടെ കല്യാണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വേറെ വിഷയങ്ങളുണ്ട് അല്ലെ? സ്തോത്രം. ദൈവം താമസിച്ചാലും തക്ക സമയത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ചിത്രയുടെ കല്യാണം നടക്കുന്നവരും ബിജുവിനും അതിനൊരു എന്തോ ഒരു ടെൻഷനായി. നടക്കുന്നില്ല അല്ലേ? ദൈവം തമ്പുരാൻ കൊണ്ടുവന്നപ്പോഴോ വളരെ പെർഫെക്റ്റ് ആയിട്ടല്ലേ? വിചാരിച്ചാലും നനച്ചാലും അത്യന്തികം. അത് മാത്രമാണ് വിവാഹത്തോടു കൂടി ഉള്ള ബന്ധുക്കാരെല്ലാവർക്കും വലിയൊരു വ്യത്യാസം വരുത്താൻ കാണുന്ന വിധത്തിൽ ദൈവം ഇടപെടും. അതാ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ വിഷയത്തിൽ മറുപടി കിട്ടുന്നിടവരെയും നമ്മൾ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം അല്ലേ? ഇടവിടാതെ പ്രാർത്ഥിക്കണം. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് നമ്മൾ തുടർച്ചയായി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥന നിർത്തരുത്, മറുപടി ലഭിക്കും. ഞാൻ പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ എപ്പം വരെ പ്രാർത്ഥിക്കണം എന്നറിയാമോ? ദൈവം തമ്പുരാൻ നമ്മളോട് ഒരു വിഷയത്തിൽ മോനെ ഇത് എന്റെ ഹിതമല്ലെന്ന് പറഞ്ഞാൽ അന്നേരം നിർത്തിയേക്കണം. നമുക്ക് പെർമിസീവ് വില്ല് വേണ്ട, പെർഫെക്റ്റ് വില്ല് മതി. ഇനി ദൈവം ഒരു കാര്യത്തിൽ അല്പം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഫോർ ഹിസ് ടൈം. ദൈവം തമ്പുരാൻ ഒന്നും പറയുന്നില്ലെങ്കിൽ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇത് ദൈവം തമ്പുരാന്റെ ശബ്ദം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കേട്ടോ നിങ്ങളുടെ മറുപടി. നമ്മുടെ മനസ്സും പറയും, മറ്റുള്ളവരും പറയും. ദൈവം പറയുന്നത് നമ്മള് മനസ്സിൽ തോന്നുന്നു, നമ്മൾ തിരിച്ചറിയുന്നില്ല. ദൈവം നമ്മളോട് അശരീരിയായിട്ട് സംസാരിക്കുമോ? ഇല്ല. പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കും, വചനത്തിൽ കൂടെ സംസാരിക്കും. ഞാനിപ്പോ പ്രസംഗിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, ഞാൻ അറിയാതെ നിങ്ങളുടെ ചില വിഷയങ്ങളുടെ ദൈവം അതിനുള്ള മറുപടി തന്നുകൊണ്ടേയിരിക്കും. വചനത്തിലൂടെ സംസാരം. അതിന് പുറമെ നമ്മുടെ ഇന്നർ ഹാർട്ട് സ്പീക്ക് ടു അവർ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ തളിപ്പറമ്പിൽ താമസിച്ചിരുന്ന സമയത്ത് ആദ്യം ക്വാർട്ടേഴ്സ് പോലെ ചെറിയ വീട്ടിലാണ്. പിന്നെ സ്വന്തമായിട്ട് അവിടെ വീട് വെച്ച് 10 വർഷത്തോളം ആ ചെറിയ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഈ പാതിരാത്രിക്കൊക്കെ പാലക്കാടും തൃശ്ശൂരും ഒക്കെ കോളേജ് സ്റ്റുഡൻസിന്റെ റിട്രീറ്റൊക്കെ നടത്തി വെച്ച് പാതിരാത്രിക്കൊക്കെ ടൗണിൽ വന്നിറങ്ങിയിട്ട് പിന്നെ ഒരു 2-3 കിലോമീറ്റർ നടന്നു വേണം ഈ സ്ഥലത്തെത്താൻ. അപ്പോൾ വളരെ ക്ഷീണിച്ച് തളർന്ന് ഭവനത്തിലെത്തി. ഇങ്ങനെ ഞാൻ വാതിക്കൽ മുട്ടുന്ന ഉടനെ ഇവളെ ഒന്ന് പേര് വിളിക്കുന്ന ഉടനെ ഇവള് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് തുടങ്ങി.
അപ്പൊ ഞാൻ ചിലപ്പോ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, എടി നീ എന്ത് ധൈര്യത്തിലെ പാതിരാത്രിക്ക് ഞാനാന്ന് വിശ്വസിക്കും, ഞാനാന്ന് എങ്ങനെ അറിയാം? ബാബു വന്ന് പാതിരാത്രിക്ക് കിട്ടി, വാതിലും മുട്ടി, ഷേബാന്ന് ഒന്ന് വിളിച്ചു. എങ്ങനെ മനസ്സിലായി? സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും വേറൊരാളിപ്പോ ബിജു ബ്രദർ വന്ന് വിളിച്ചു, അതും സൗണ്ട് ഉണ്ട്. അത് വേറെ സൗണ്ട്. ഓരോരുത്തരെ ശബ്ദം എങ്ങനെ തിരിച്ചറിഞ്ഞു? ബാബു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ശബ്ദം തിരിച്ചറിയാറില്ല. ഇല്ല, കുറെ നാളായിട്ട് കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ ബാബുവിന്റെ ശബ്ദം ദൈവത്തോട് നീ ചേർന്ന് വസിച്ചാൽ അവനോട് ചേർന്ന് നടത്താനുണ്ടല്ലോ. അവന്റെ ചെറിയ ശബ്ദം പോലും, ഇവന്റെ സ്റ്റിൽ സ്മോൾ വിസ്പറിംഗ് വോയിസ്, അവന്റെ ചെറിയ ശബ്ദത്തിലുള്ള അവന്റെ ആലോചന പോലും നമ്മുടെ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയാം. നമ്മൾ പലപ്പോഴും ഒത്തിരി വിചാരങ്ങളാൽ വ്യാകുലപ്പെടും. ഇപ്പൊ ആരും ഇവിടെ രാവിലെ വന്നിരിക്കുന്നത് ഓഫീസിൽ ഒരുപാട് വർക്ക് തീർക്കാറുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റായിട്ട് തീർത്തു. തലവേദനയായിട്ട് രാവിലെ എഴുന്നേറ്റ്, ഞാൻ വിളിച്ചപ്പം തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു. എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് കോള് വന്നു. മോള് ആലപ്പാട് ഇന്നലെ ഫ്ലൈറ്റിൽ അവിടെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പം പിക്ക് ചെയ്യേണ്ട ആൾ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവറെ തപ്പിപ്പിടിച്ച് ഹോട്ടലിൽ ചെന്നപ്പം അവിടെ ഹോട്ടലിൽ ബുക്കിംഗ് കൺഫർമേഷൻ ഇല്ല അല്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പം അമ്മൂന്റെ വിളി രാവിലെ ഇന്നലെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പം കാലൊന്ന് മടങ്ങി, കാലേ നീരുണ്ട്. പോയില്ലയോ? സ്വസ്ഥത മുഴുവൻ പോയില്ല. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരേണ്ട സമയത്താണ് എല്ലാ സ്വസ്ഥതയും പോയി. നമുക്ക് കേൾക്കാതെ കിട്ടുമോ? വലിയ പാടാണ്. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് എന്തായാലും ഇന്ന് ആരാധനയ്ക്ക് വരണമെന്ന് വിചാരിച്ച് ഇവിടെ കുളിപ്പിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് വെർട്ടിഗോടെ പോലെ, തലകറക്കം പോലെ. അപ്പൊ ഇവിടെ അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞടി പിശാച് വിടാതിരിക്കാനുള്ള സകല പദ്ധതി. അപ്പൊ ഇവിടെ പറഞ്ഞു, നമ്മളെ ആരാധനയ്ക്ക് വിടാതിരിക്കാനുള്ള പിശാചിന്റെ പദ്ധതിയാണ്. ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. ഒരു കാര്യം ഓർത്തോളം, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളിടത്തോളം കാലം they are safe in his hand. Amen. They are 100% safe in his hands, not in our hands. യേശുവേ സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ചിന്താകുലപ്പെടുക എന്ന് പറയുന്നത് പിശാചിന് വലിയ തന്ത്രമാണ്. എന്തെല്ലാം ചിന്താകുലങ്ങൾ കൊണ്ടിടുമെന്നറിയാം. വേണ്ടിയതും വേണ്ടാത്തതും മുഴുവൻ അല്ലേ. എന്തെല്ലാം നമ്മളെ കാണുകയായിരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരാനൊന്നും താമസിച്ചാൽ നമ്മൾ ആദ്യം ചിന്ത എന്തുവാ? അയ്യോ, എന്നാണ്ട് ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ നമ്മൾ ന്യൂസ് മുഴുവൻ തപ്പും. എല്ലായിടത്തും കൊച്ചുങ്ങൾ ആക്സിഡന്റ് ആയി, പിന്നെ ന്യൂസിലുണ്ടോ അല്ലേ. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്. നമുക്കെന്തോ ടെൻഷൻ. വേണ്ടി വേണ്ടാത്ത മുഴുവൻ നമ്മൾ ചിന്തിക്കും അല്ലേ, കണക്കൂട്ടും. എന്നാൽ ദൈവസന്നിധി സ്വസ്ഥമായി ഏൽപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ദൈവസന്നിധി സ്വസ്ഥമായി ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ വചനത്തെ മുറുകെ പിടിച്ച് അവന്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മറുപടി കിട്ടുന്നിടവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഇംഗ്ലീഷിൽ പല പരിഭാഷകൾ വെച്ചിട്ടുണ്ട്. പ്രേ സ്റ്റെഡ്ഫാസ്റ്റ്ലി, പ്രേ ഏണസ്റ്റ്ലി, പ്രേ ഡിവോട്ടിംഗ് ഇൻ ഇറ്റ്. പിന്നെ അവസാനമായിട്ട് പ്രേ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ഞാനത് പറയാം. പ്രേ സ്റ്റെഡ്ഫാസ്റ്റ്ലി, പ്രേ ഏണസ്റ്റ്ലി, പ്രേ ഡിവോട്ടിംഗ് ഇൻ ഇറ്റ്, പ്രേ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് അറിയാമോ? നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താന്ന് പിശാചിന് മനസ്സിലാവും. ഈ അന്യഭാഷയുണ്ട്. പിന്നെ അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്. നമ്മളിലുള്ള ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നത് അന്യഭാഷ. അതുകൊണ്ടാണ് ഈ അന്യഭാഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന്
നമ്മൾ അന്യഭാഷ പ്രാപിക്കണം. ഇത് ലാഘവത്തോടെ എടുക്കരുത്. ചോദിക്കുന്ന ഏവനും തരുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് കഴിയണം. പിന്നീടുള്ള നമുക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? വി ഹാവ് ഗോട്ട് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് വിക്ടിം മെന്റാലിറ്റി. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ എന്താണെന്നറിയാമോ? അവർ ഫറവോന്റെ അടിമത്വത്തിൽ കടന്ന് അവർക്കൊരു വിക്ടിമിന്റെ മെന്റാലിറ്റി ഉള്ളൂ, അല്ലേ? ഒരു വിക്ടറിന്റെ മെന്റാലിറ്റി അവർക്കില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോളം, ക്രിസ്തുയേശുവിൽ കൂടെ നമ്മളെ എല്ലായ്പ്പോഴും എല്ലായിടത്തും പറഞ്ഞേ ജയോത്സവമായി നടത്തുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. അതെ, ക്രിസ്തുയേശുവിൽ കൂടെ നമ്മളെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഒരു അയ്യോ പൊത്തോ എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, എനിക്കിത് പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയേ, ഞാൻ അങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ് ഈ പദം പറഞ്ഞ് ഇരിക്കരുത് വിശ്വാസികൾ. ഇസ്രായേൽ മക്കളുടെ കുഴപ്പം എന്തായിരുന്നു? പിറുപിറുക്കുന്നതായിരുന്നു, അല്ലേ? തൊട്ടത്തിൽ സകലത്തിനും പിറുപിറുപ്പ്. ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ആ തലമുറ ദൈവം തള്ളിക്കളഞ്ഞു. ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതു നേരവും പിറുപിറുപ്പും സാക്ഷ്യവും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വരല്ലേ? എന്തെല്ലാം കഷ്ടതയിൽ കൂടെ കടന്നുപോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ പിറുപിറുക്കാതിരിക്കാൻ കിടന്നതാണ്. ചില ദിവസം ഈ വേദനയുള്ള ദിവസം എന്ന് പറയുന്ന ആ വേദന ആർക്കും മനസ്സിലാകത്തില്ല. അത്ര സിവിയർ പെയിനാണ്. അതിപ്പോഴും ഒരു പ്രൊസീജിയർ ചെയ്താൽ മാറുമെന്ന് പറഞ്ഞ് കുറെ രൂപയും ചെലവായി ഹോസ്പിറ്റലിലും കിടന്നു. അതുകൊണ്ട് ഒരു പ്രയോജനം ഉള്ളതായി ഇതേവരെ കാണുന്നില്ല, നമുക്ക് അറിയത്തില്ല. ഇവരൊക്കെ വലിയ പ്രയാസവും നിരാശയും സങ്കടവും ഒക്കെയാണ്. പക്ഷെ പെറുപെറുക്കാതിരിക്കാൻ ദൈവം തന്ന കൃപയാണ്. എന്റെ പിടുക്കല്ല, എന്റെ സാമർഥ്യമല്ല, അവന്റെ കൃപയൊന്നുമാണ്. പെറുപെറുക്കരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ലിമിറ്റും വെക്കാതെ, ഒരു പരിധിയും നിന്റെ പ്രവർത്തനത്തിൽ ഒരു പരിധിയും വെക്കാതെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിൽ കൂടെ ചെയ്തെടുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം തലയണ വണക്കാം. ഓരോരുത്തരും അവരവരുടെ തീരുമാനങ്ങൾ മൊത്തത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് മുൻപ് ഓരോരുത്തർക്കും അവരവരുടെ വിഷയത്തിൽ മേൽ തീരുമാനമെടുത്തുകൊണ്ട് ഒരു സമർപ്പണത്തിന്റെ സമയമായി മാറും. അങ്ങയുടെ പ്രവർത്തനത്തിൽ ഒരിക്കലും പരിമിതി വെക്കാതെ അങ്ങേ കടന്ന് വിശ്വസിക്കുന്ന ഞങ്ങളിൽ വ്യാപരിക്കുന്നവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് തിരിച്ചറിയാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണം. സകലമാകത്തോ ഞങ്ങൾ അപ്പച്ചൻ പുത്രന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ.